അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്രോസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ സൈഡ് ഇതുപോലെയും കട്ട് ചെയ്യും അല്ലേ, അതുപോലെ ഈ സൈഡ് കട്ട് ചെയ്യും, പിന്നെ ഈ സൈഡ് കട്ട് ചെയ്യും, പിന്നെ ഇതും കട്ട് ചെയ്യും. ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സ്ക്വയർ കിട്ടും. ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്കൊരു സ്ക്വയർ ഇത് വെച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ 2 പേപ്പർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്രോസ് പേപ്പർ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ 2 സൈഡ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗം ഇവിടെ പേസ്റ്റ് ചെയ്യും, ഈ 2 സൈഡ് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം, ഇതുപോലെ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മുകളിലൊരു റൗണ്ട് കിട്ടും, ഇതുപോലെ റൗണ്ട് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം സെയിം നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം, കുറച്ച് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് 8 എന്ന് എഴുതിയിട്ടുള്ള ഒരു സൈൻ പോലെ കിട്ടും അല്ലേ, ഇങ്ങനെ ഒരു സൈൻ 8 മുകളിൽ ഇതുപോലെ റൗണ്ട്, താഴെ ഇതുപോലെ റൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു റൗണ്ട് ഏതെങ്കിലും ഒന്ന് താഴെയുള്ളത് അല്ലെങ്കിൽ മുകളിലുള്ള ഏതായാലും കുഴപ്പമില്ല, എന്ത് ചെയ്യുക, ഇതുപോലെ മടക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. കൃത്യമായിട്ടൊരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മടക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുവിലൂടെ, ഓക്കെ, ഈ ഒരു നടുവിലൂടെ ഇത് കട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്യും, ഇത്രയും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇപ്പുറത്തും ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മടക്കിയ ഭാഗം രണ്ടും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ട് കണ്ടില്ലേ, ഈ ഒരു പാർട്ട് ഇത് കട്ട് ചെയ്ത് പോകരുത്, ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ പോർഷൻ, ഈ ഒരു പോർഷൻ കണ്ടോ, അത് കട്ട് ചെയ്ത് ഇതുപോലെ തിരിച്ചൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ടുള്ളൊരു സ്ക്വയർ കിട്ടും. അടിപൊളിയായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സ്ക്വയർ മേക്ക് ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ഓക്കെ, താങ്ക് യു.